അമ്മ ഇന്നലെ അങ്ങ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മമ്മി പിന്നെ ഇതാ ഇന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇനി ബസ് കിട്ടി വന്നപ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റായി, നല്ല ഇരുട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് കുഞ്ഞനും ലേറ്റായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ഞാനിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു, ആരെയും കണ്ടില്ലല്ലോ എന്നും പറഞ്ഞിട്ട്. അങ്ങനെ മമ്മി ഇതാ വന്ന വഴിക്ക് ഇങ്ങനെ പരാതിയൊക്കെ പറയായിരുന്നു. ഇവിടെ വന്നിട്ട് ഇറങ്ങിയ രാത്രിയൊക്കെ ആണെങ്കിൽ വഴിയൊന്നും അറിയത്ത് പോലും ഇല്ല, റോഡ് പണി കിടക്കുന്നതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറ്റിയിട്ടേക്കാണ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് കുഞ്ഞൻ വന്നപ്പോഴത്തേക്ക് മമ്മി നമുക്ക് ചായയൊക്കെ ഇട്ടുകൊണ്ട് തന്നു. പിന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഏത്തയ്ക്കപ്പം ഉണ്ടായിരുന്നു കേട്ടോ. വീട്ടിൽ അമ്മ ഉണ്ടാക്കുമല്ലോ ഏത്തയ്ക്കപ്പം, പൊരിപ്പ് സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കുന്നതിൻ്റെ പങ്ക് ഞങ്ങൾക്ക് കൊണ്ടുവരും വരുന്ന സമയത്ത്. അപ്പോൾ ഏത്തയ്ക്കപ്പമാണ് നമ്മൾ പുറത്തുനിന്ന് അങ്ങനെ ഇപ്പം മേടിച്ചങ്ങനെ പൊരിപ്പൊന്നും കഴിക്കാറില്ല. വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വരുവാണെങ്കിൽ മാത്രമേ കഴിക്കാറുള്ളൂ കേട്ടോ. വാഴയിലേക്ക് അത് പൊതിഞ്ഞ് വെച്ചേക്കുന്നതുകൊണ്ടേ അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും മണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഏത്തയ്ക്കപ്പത്തിന്. പിന്നീട് കുഞ്ഞൻ്റെ പെങ്ങളുടെ ഡെലിവറി കഴിഞ്ഞു എന്ന് ഒരുപാട് പേരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മാസം 13-നൊക്കെ ആയിരുന്നു കേട്ടോ ഡെലിവറി നടന്നത്. സിസേറിയനായിരുന്നു, ആൺകുഞ്ഞാണ്. എനിക്കന്നേരം വീഡിയോയിലൊന്നും അതിനുശേഷം അങ്ങോട്ട് ഇടാത്തതുകൊണ്ട് പറയാൻ പറ്റിയില്ല. സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇപ്പം ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ വന്നിട്ടുണ്ട്. ഞങ്ങളും കാണാൻ പോകണമെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന സമയത്ത് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളെയും കൂടെ കാണിക്കാം കേട്ടോ കുഞ്ഞിനെയൊക്കെ. പിന്നെ ഇതാ വീട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് ലവ്ലോലിക്ക് ഉപ്പിലിട്ടത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കഴിച്ചിട്ട് വർഷങ്ങളായിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് 50 പൈസയ്ക്കൊക്കെ ഈ ലവ്ലോലിക്കയും അതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് വെള്ളവും ഉപ്പിലിട്ട വെള്ളം അത് കുടിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. നല്ല ചുവന്നിരിക്കും. അതിനകത്തൊരു 3-4 നെല്ലിക്കയൊക്കെ ഇട്ട് തരുമായിരുന്നു. അയ്യോ, അതൊക്കെ ഇങ്ങനെ ഓർമ്മയിൽ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് വീട്ടിൽ ഇട്ട് വെച്ചേക്കെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അമ്മ കൊണ്ടുവന്നേ കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു എനിക്കിന്ന് 2 കൊണ്ട് തരണത്. ഭയങ്കര പുളിപ്പായിരുന്നു. അയ്യോ, പുളി കൊണ്ട് അങ്ങോട്ട് ഇറക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഇട്ടതേ ഉള്ളതുകൊണ്ട് ഉപ്പും എരിവൊന്നും അങ്ങനെ അധികം പിടിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നീട് ഇതാ ഈ ഒരു നെല്ലിക്ക നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഇത് നമ്മുടെ ഇവിടെ ചീമ നെല്ലിക്ക എന്നാട്ടോ പറയുന്നത്. നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഇതിന് എന്താ പേരെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അടിപൊളിയാണ്. ഇതങ്ങ് നിറഞ്ഞു പിടിക്കും മരത്തിനകത്ത്, ഇങ്ങനെ എന്താ പറയുക, ഇഷ്ടം പോലെ അങ്ങ് പിടിച്ച് നിൽക്കും. അങ്ങനെ അവിടെ നിന്ന് അങ്ങാണ്ട് കിട്ടിയപ്പോൾ അമ്മ കൊടുത്തു വിട്ടതാണ് കേട്ടോ. പിന്നീട് ഇത് ഒരട്ടിയാണ് കേട്ടോ. ഇത് ചിറ്റയുടെ സ്പെഷ്യലാണ്. ചിറ്റ ഉണ്ടാക്കി കൊടുത്തു വിട്ടതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ അവിടെ ഈ പള്ളിയിൽ പെരുന്നാളൊക്കെ വരുന്ന സമയത്ത് ഉണ്ടാകാറുണ്ട്. ഉണ്ടാക്കി ഇതിൻ്റെ കൂടെ നോൺ വെജ് എന്തെങ്കിലും കറി ഉണ്ടല്ലോ, ചിക്കൻ കറിയോ ബീഫ് കറിയോ ഒക്കെ കൂട്ടി ആ സമയത്ത് നമുക്ക് വീട്ടിലൊക്കെ കൊണ്ട് അപ്പുറത്തെ വീട്ടിലെ മാമിയൊക്കെ കൊണ്ട് തരാറുണ്ട് കേട്ടോ. എനിക്ക് അതൊക്കെയാണ് ഓർമ്മ വരുന്നത്. നല്ല ടേസ്റ്റാണ് ചിക്കൻ കറിയുടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ ഇതാ മമ്മി ഓരോ സാധനങ്ങളൊക്കെ എടുത്തൊക്കെ വെക്കുകയാണ്. ഈ ഒരു വീഡിയോ ഞാൻ ചിറ്റ പോയതിൻ്റെ പിറ്റേ ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ. വീട്ടിൽ നിന്ന് മമ്മി ചിറ്റയെ കൊണ്ട് ആക്കിയിട്ട് തിരിച്ച് വന്നപ്പം ചിറ്റ കൊടുത്തു വിട്ടതാണ് കേട്ടോ. അവിടെ വെച്ച് ഉണ്ടാക്കി കൊടുത്തു വിട്ടതാണ്. പിന്നെ നമുക്ക് തലേന്നത്തെ ചിക്കൻ കറി കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു, അതും കൂടെ കൂട്ടിയാണ് ഞങ്ങൾ കഴിച്ചത് കേട്ടോ. വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായി പോയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ, മിസ് യു.